ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ആചാരങ്ങളാണുള്ളത്. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളും മുറ തെറ്റാതെയാണ് നോക്കുന്നവർ ഇന്നുമുണ്ട്. കലാഭവൻ നവാസും കുടുംബവും അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു. നോമ്പ് കാലത്തടക്കം കൃത്യമായി നോമ്പ് നോറ്റ് വ്രതം അനുഷ്ഠിക്കുന്ന ആളായിരുന്നു കലാഭവൻ നവാസും കുടുംബവും. ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷവും മുറ തെറ്റാതെ തന്നെ പിന്തുടരുകയാണ് കുടുംബാംഗങ്ങൾ. എങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ മറയിരിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിൻ്റെ മരണശേഷമോ വിവാഹമോചന ശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇത്. ഈ മറയിരിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് ഏതാണ്ട് 4 മാസവും 10 ദിവസത്തോളമാണ് സ്ത്രീകൾ മറയിരിക്കേണ്ടത്. ഇദ്ദ എന്നും ഇതിനെ പറയപ്പെടുന്നു. അത്തരത്തിൽ മറയിരിക്കൽ ചടങ്ങിലാണ് നവാസിൻ്റെ ഭാര്യ രഹന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നവാസിൻ്റെ സുഹൃത്തുക്കൾ പലരും മരണശേഷം വീട്ടിലെത്തിയപ്പോഴും രഹനയെ കാണാൻ സാധിച്ചിട്ടില്ല. അതിനു കാരണം രഹന മറയിരിക്കുന്നത് കൊണ്ടാണെന്നാണ് നവാസിൻ്റെ സുഹൃത്ത് രാജ സാഹിബ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ പുറത്തുള്ള ആരുമായും അവർ സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മരണശേഷവും വീട്ടിലെത്തിയ രാജ സാഹിബും ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണാനും സാധിച്ചിരുന്നില്ല. എങ്കിലും രഹനയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ രഹനയുടെ ബാപ്പയുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെന്ന് രാജ സാഹിബ് പറയുന്നു. അക്കാലത്തുള്ള ഞെട്ടിക്കുന്ന വേർപാടായിരുന്നു കലാഭവൻ നവാസിൻ്റേത്. അതിൻ്റെ വേദനയുടെ ആഘാതത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഉമ്മയും ഭാര്യയും മക്കൾക്കുമൊക്കെ എത്ര കാലം വേണ്ടിവരുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ആളുകളെല്ലാം നിരന്തരം വീടുകളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ വീട്ടിൽ ആളനക്കങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കില്ല. എന്നാൽ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി വിട്ടുവിട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മെ വേർപെട്ടു പോയവർ ഉണ്ടാക്കുന്ന ശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആ ശൂന്യതയെ മറികടക്കേണ്ടത് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുക. ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റൊരാളും ഉണ്ടായിരുന്നുള്ളൂ. ഇവരായിരുന്നു നവാസിൻ്റെ ജീവിതം തന്നെ. ബാപ്പ അബൂബക്കറിൻ്റെ മരണശേഷം ചേട്ടൻ നിയാസിൻ്റെ ബാപ്പയുടെ സ്ഥാനത്തായിരുന്നു നവാസും അനുജൻ നസീമും എല്ലാം കണ്ടിരുന്നത്. ആ ഒരു സ്നേഹവും ബഹുമാനത്തിനും ഒപ്പം തന്നെ ഒരു സുഹൃത്ത് ബന്ധവും അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എത്തിയ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് മറികടക്കാനും മുന്നോട്ട് പോകാൻ ആ കുടുംബത്തിന് താങ്ങലും തണലുമായി ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവർ എല്ലാം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ വന്നും കണ്ടും സംസാരിക്കുമ്പോഴാണ് നവാസിൻ്റെ ഓർമ്മകൾ നൽകുന്ന വേദനയിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് അല്പനേരത്തെങ്കിലും ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നത്. നവാസിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എത്രയും പെട്ടെന്ന് തന്നെ നവാസിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ നിന്നും മറികടക്കാനും മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം ലഭിക്കട്ടെ എന്നുമാണ് നിരവധി ആരാധകരുടെയും പ്രാർത്ഥന. മലയാളികൾ ഒന്നടങ്കം സ്നേഹിച്ചിരുന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു കലാഭവൻ നവാസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.